നിങ്ങളൊരു പുതിയ ബ്രാൻഡ് തുടങ്ങാൻ പോവുകയാണ് എങ്കിൽ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, പരസ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരിക്കലും ഒരു പുതിയ ബ്രാൻഡ് ആരംഭിക്കരുത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയി തോന്നാം. കാരണം നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, പിന്നെ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, യൂട്യൂബ് ആഡ്സ് എല്ലായിടത്തും പരസ്യം കൊടുക്കുന്നു. അങ്ങനെ ആളുകൾ നമ്മുടെ ബ്രാൻഡിനെ അറിയുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആളുകൾ നിങ്ങളെ അറിയുന്നത് മാത്രം പോരാ, അവർ നിങ്ങളെ വിശ്വസിക്കുകയും വേണം. അതിന് പബ്ലിസിറ്റിക്കും PR-നും വലിയൊരു റോൾ ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊരു പുതിയ ബ്രാൻഡാണ്, നിങ്ങൾ തന്നെ ഒരു പരസ്യം കൊടുക്കുന്നു. അതിൽ നിങ്ങൾ പറയുകയാണ്, ഞങ്ങളാണ് ഏറ്റവും മികച്ചത്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിലെ ബെസ്റ്റ്, ഞങ്ങളുടെ സർവീസ് ആണ് നമ്പർ 1. ഇത് കേൾക്കുന്ന ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക? അയാൾ ഒരുപക്ഷെ മനസ്സിൽ പറയും, തീർച്ചയായും നിങ്ങൾ അങ്ങനെ തന്നെ പറയും. കാരണം ആ അഡ്വർടൈസ്മെന്റിന് പണം കൊടുത്തത് നിങ്ങളല്ലേ. നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അതേ കാര്യം മറ്റൊരാൾ പറഞ്ഞാലോ? ഉദാഹരണത്തിന് ഒരു ന്യൂസ് പേപ്പറിൽ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വരും, അല്ലെങ്കിൽ ഒരു റെസ്പെക്ടഡ് ബിസിനസ് പേഴ്സൺ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ബ്രാൻഡിനെ ഫീച്ചർ ചെയ്യുന്നു. അപ്പോൾ സിറ്റുവേഷൻ മാറുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ല, മറ്റൊരാളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതാണ് പബ്ലിസിറ്റിയുടെ പവർ. ഒരു പുതിയ ബ്രാൻഡിന് ആദ്യം വേണ്ടത് അറ്റൻഷൻ ആണ്. ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെ ശ്രദ്ധിക്കണം. പക്ഷേ അറ്റൻഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിനൊപ്പം ബിലീഫ് വേണം. അതായത് ഈ ബ്രാൻഡിനെ വിശ്വസിക്കാമല്ലോ എന്നൊരു ഫീലിംഗ് ആളുകളുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായും കുറച്ച് സംശയിക്കും. പക്ഷേ മാർക്കറ്റിൽ നിന്നുള്ള ഒരാൾ അത് പറയുമ്പോൾ അത് കൂടുതൽ ക്രെഡിബിൾ ആയി തോന്നും. ഇവിടെയാണ് PR-ഉം പബ്ലിസിറ്റിയും ശക്തമാകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയെന്ന് കരുതുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, കൊച്ചിയിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് ഞങ്ങളാണ്. ആളുകൾ ഇത് കാണും, പക്ഷെ അവർ ചിന്തിക്കും, ഇത് റെസ്റ്റോറന്റ് തന്നെയല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെ വിശ്വസിക്കും? അതേസമയം ഒരു ഫുഡ് ബ്ലോഗർ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹം തന്റെ ഓഡിയൻസിനോട് പറയുന്നു, ഞാൻ അടുത്തിടെ പോയ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുത്തെ ഫുഡ് വളരെ നല്ലതായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറന്റിനെ പ്രൊമോട്ട് ചെയ്തില്ല, മറ്റൊരാളാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ട്രസ്റ്റ് ലെവൽ മാറും. അതുകൊണ്ടാണ് പബ്ലിസിറ്റി ആദ്യം വേണ്ടത്. ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുമ്പോൾ ആദ്യം ആളുകളുടെ ശ്രദ്ധ നേടുക, പിന്നെ വിശ്വാസത ഉണ്ടാക്കുക, അതിനുശേഷം പരസ്യത്തിലൂടെ തന്നെ സ്കെയിൽ ചെയ്യുക. ഇതാണ് ഞാൻ പറയുന്ന ബേസിക് സ്ട്രാറ്റജി. ആദ്യം പബ്ലിസിറ്റി, പിന്നെ അഡ്വർടൈസിംഗ്. കാരണം അഡ്വർടൈസിംഗ് അറ്റൻഷൻ വാങ്ങിത്തരും, പക്ഷേ പബ്ലിസിറ്റി ക്രെഡിബിലിറ്റി ഉണ്ടാക്കി തരും. അഡ്വർടൈസിംഗ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അഡ്വർടൈസിംഗ് വളരെ പവർഫുൾ ആണ്, പക്ഷേ അത് ശരിയായ സമയത്ത് ഉപയോഗിക്കണം. ഒരു ബ്രാൻഡിനെ കുറിച്ച് ആളുകൾക്ക് ഒന്നും തന്നെ അറിയില്ല, ട്രസ്റ്റ് ഇല്ല, ക്രെഡിബിലിറ്റി ഇല്ല, എന്നിട്ടും നിങ്ങൾ വലിയ രീതിയിൽ അഡ്വർടൈസിംഗ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എസെൻഷ്യലി സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്. പക്ഷേ ഇതിനകം തന്നെ ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നിങ്ങൾ അഡ്വർടൈസിംഗ് തുടങ്ങുമ്പോൾ അത് കൂടുതൽ പവർഫുൾ ആവും. കാരണം നിങ്ങൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നില്ല. ഇതിനകം കത്തിക്കൊണ്ടിരുന്ന ഒരു തീയിലേക്ക് നിങ്ങൾ ഫ്യൂൽ ഒഴിക്കുകയാണ്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന്റെ വലിയൊരു സീക്രട്ട് ഇതാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് കൂടുതൽ പരസ്യം കൊടുത്താൽ ബ്രാൻഡ് വളരും. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രാൻഡിന് ആദ്യം അറ്റൻഷൻ വേണം, അതോടൊപ്പം ക്രെഡിബിലിറ്റി വേണം. അതിനുശേഷം അഡ്വർടൈസിംഗ് ഉപയോഗിച്ച് ആ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര രൂപയുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം എന്ന് മാത്രം ചോദിക്കരുത്. അതിനു മുമ്പ് ചോദിക്കേണ്ട ചോദ്യം, എങ്ങനെ ആളുകളെ എന്റെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിപ്പിക്കാം? ഇത് നിങ്ങൾക്ക് വാല്യുബിൾ ആയി തോന്നിയെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക.